ഞാൻ രാവിലെ എണീറ്റ് വയലോർ നോക്കിയപ്പോഴോ ഇതാണ് കാഴ്ച. നമ്മളെ വീടിന്റെ മുറ്റത്ത് തന്നെ ഒരു പന്തല്. അപ്പൊ നമ്മളെ നെയ്ബറിന്റെ കല്യാണമാണ്. ഇനി രാത്രി നമുക്ക് കല്യാണത്തിന് പോകണ്ട്. അപ്പൊ എന്റെ ഉമ്മന്റെ വീട്ടിൽ നിന്ന് ചക്ക ഉണ്ടെന്നീനും പിന്നെ അതും കഴിച്ചിരിക്കേനു. പിന്നെ രാത്രി നമ്മൾ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴോ അവിടെ കുറച്ച് കുട്ടികളെ എൻ്റെ ഉപ്പനോട് ഇങ്ങനെ സംസാരിച്ചിരിക്കേനു. അപ്പൊ എൻ്റെ ഉപ്പ അറിഞ്ഞ് ഞാനും ഒരു വ്ളോഗറാണ്. അങ്ങനെ ഞാനും ഓൽക്കിന്റെ യൂട്യൂബ് ചാനലൊക്കെ കാണിച്ചു കൊടുത്ത് ഓല് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓലോട് കുറച്ചു നേരം സംസാരിച്ച് നിന്നിട്ട് ഓലും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയി. ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കാം. ഇവിടെ ആണെങ്കിലോ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ വീടിന്റെ മുറ്റത്തിരുന്നിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിക്കാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കല്യാണ പെണ്ണിനെ കാണാം. പിന്നെ രാവിലെയാണ് കല്യാണം. അങ്ങനെ രാവിലെ നമ്മള് കല്യാണ വീട്ടിൽ പോയപ്പോഴോ അവിടെ അങ്ങനെ ഒരു TV സ്ക്രീനിൽ ഇതാ താലി കെട്ടണൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ പരിപാടിയായ സദ്യ കഴിക്കാൻ പോവാം. അങ്ങനെ ഓരോ ഐറ്റംസും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഏത് കല്യാണത്തിനും സദ്യ ഉണ്ട് പറഞ്ഞാൽ ഞാൻ അപ്പം പോകും. കാരണം എനിക്ക് അത്രയും ഭയങ്കര ഇഷ്ടമാട്ടോ സദ്യ. പിന്നെ അതിൻ്റെ ഒപ്പം കിട്ടുന്ന പായസം, പ്രത്യേകിച്ച് എനിക്ക് പാലട പായസം കൂടുതൽ ഇഷ്ടം. അങ്ങനെ എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സദ്യ കഴിക്കാം. ഈ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു പായസം കൂടി കുടിച്ചിട്ട് കിടന്നുറങ്ങണം. ആ ഉറക്കത്തിനൊരു പ്രത്യേക ഫീലാണ്. അപ്പം ഇനി ഞാൻ പോയി കിടന്നുറങ്ങണ്ട. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബായ്.